നമസ്കാരം, ഞാൻ ജിജി ഓറിയൻസ്. മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. അത് ഒന്നുകിൽ ഗൂഗിൾ മീറ്റ് ആവാം, അല്ലെങ്കിൽ സൂം മീറ്റിംഗ് ആവാം, അപ്പോൾ അല്ലെങ്കിൽ മറ്റ് ഇതര മീറ്റിംഗ് പ്ലാറ്റ്ഫോമുകളാവാം. അപ്പം അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിങ്ങുകൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എങ്ങനെ ഗുണകരമായിട്ട് പ്രയോജനപ്പെടുത്താമെന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ ബിസിനസ് പ്രസൻറ്റേഷനുകൾ നടക്കണം. പണ്ട് കാലങ്ങളിൽ അത് 1-to-1 എന്നുള്ള രീതിയിലും ഹൗസ് മീറ്റിങ്ങുകളിലൂടെയും അല്ലെങ്കിൽ BOP വീക്കിലി നടക്കുന്ന BOP സെൻറ്ററുകളിലൂടെയാണ് ബിസിനസ്സിൻ്റെ പ്രസൻറ്റേഷനുകൾ നടന്നിരുന്നതെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രസൻറ്റേഷൻ മെത്തേഡാണ് ഓൺലൈൻ ബിസിനസ് പ്രസൻറ്റേഷൻ മെത്തേഡ്സ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, മറ്റ് മുൻപ് കാലങ്ങളിൽ ചെയ്തിരുന്ന 1-to-1 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസ് മീറ്റിങ്ങുകളായിക്കോട്ടെ, അല്ലെങ്കിൽ BOP സെൻറ്ററുകളിലായിക്കോട്ടെ, അവിടെയൊക്കെ നടത്തുന്നതിനേക്കാൾ വളരെ സക്സസ് ആയിട്ടും വളരെ റീച്ച് കിട്ടുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള ബിസിനസ് പ്രസൻറ്റേഷൻ പ്രോഗ്രാമുകളിലൂടെ കിട്ടുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഒരു സ്ഥലത്ത് നടക്കുന്ന മീറ്റിങ്ങിലേക്കാണ്, ഫിസിക്കൽ മീറ്റിങ്ങിലേക്കാണ് നിങ്ങൾ ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നതെങ്കിൽ ഒരു ഏരിയ ലിമിറ്റിലുള്ള ആൾക്കാരെയായിരിക്കും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ, ഒരു 2, 3, 4, 5 പേരെ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് സെൻറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുക. അതിൽ കൂടുതലൊക്കെ എത്തിക്കുന്നത് ചിലപ്പോൾ വളരെ വിരളമായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു 10 പേരെയൊക്കെ ഒരു മീറ്റിംഗ് സെൻറ്ററിലേക്ക് പുതുതായിട്ടുള്ള വ്യക്തികളെ എത്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ ഒറ്റ ലിങ്കിലൂടെ, നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് ഒറ്റ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആൾക്കാരെ എത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ 25 പേരെയോ 50 പേരെ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എവിടെ ഇരുന്ന് വേണമെങ്കിലും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു ഫിസിക്കൽ മീറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഏരിയ ലിമിറ്റിനകത്തുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുക. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്ഥലം ട്രിവാൻഡ്രം നിങ്ങൾക്ക് ഒരിക്കലും ബാംഗ്ലൂരിൽ നിന്ന് ഒരു വ്യക്തിയെ ട്രിവാൻഡ്രത്തേക്ക് പ്രസൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. ചിലപ്പം ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സമയത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ എല്ലാ ബാംഗ്ലൂരിലുള്ള വ്യക്തികളെയും എല്ലാ കോൺടാക്റ്റുകളെയും നിങ്ങൾക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഓൺലൈൻ മീറ്റിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയുള്ള വ്യക്തികളെ വേണമെങ്കിലും, ദർ ഈസ് നോ ഏരിയ ലിമിറ്റ്. നിങ്ങൾക്ക് കേരളത്തിൻ്റെ തന്നെ വിവിധ ജില്ലകളിലുള്ള വ്യക്തികളെ നിങ്ങൾക്ക് മീറ്റിങ്ങിലേക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യക്കകത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള വ്യക്തികളെ കണക്ട് ചെയ്യാം. വേണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള വ്യക്തികളെയും നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്റിങ്ങിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സമയം ലാഭമാണ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ സമയവും ചെലവും ലാഭമാണ്. മറ്റ് മീറ്റിങ്ങുകളിലേക്ക്, നിങ്ങൾ ഫിസിക്കൽ മീറ്റിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. ഒപ്പം തന്നെ മീറ്റിംഗ് സെൻറ്ററിൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഓൺലൈൻ മീറ്റിംഗ് ആകുമ്പോഴത്തേക്കോ അങ്ങനെ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ആകെ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ ടൈം, ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ, ആ മീറ്റിങ്ങിൻ്റെ സമയം മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ചിലവുമില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിലും മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒപ്പം തന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. ഒരു ബിസിനസ്സോ 2 ബിസിനസ്സോ ഒരു സാധാരണ രീതിയിൽ ഒരു പ്രസൻറ്റേഷനിൽ കിട്ടുന്ന അതേ സമയം കൊണ്ട് തന്നെ, അതേ 1 മണിക്കൂറിൽ അല്ലെങ്കിൽ അതേ അരമണിക്കൂറിൽ നിങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് ആണ് പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ 10 ബിസിനസ്സോ 25 ബിസിനസ്സോ 50 ബിസിനസ്സോ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷൻ ഉണ്ടാക്കി എടുക്കാൻ കഴിയും. ഒരേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള വ്യക്തികളെ പങ്കെടുപ്പിക്കാം, നിങ്ങളുടെ മറ്റ് ജില്ലകളിലുള്ള കോൺടാക്റ്റുകളെ പങ്കെടുപ്പിക്കാം, മറ്റ് രാജ്യങ്ങളിലുള്ള കോൺടാക്റ്റുകളെയും പങ്കെടുപ്പിക്കാം എന്നുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഒരു മീറ്റിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു ലിസ്റ്റ് എടുക്കണം. നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റുകൾ നിങ്ങളുടെ ഡയറിയിലോ ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ശരിയായിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ ലിങ്ക് കൊടുത്തിട്ട്, ഇപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ ഒരു ലിങ്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ വ്യക്തികൾ കയറുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
ഒരുപക്ഷെ അവർക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളുണ്ടാവാം. നിങ്ങൾക്ക് ഈ ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷെ അവിടെ ആ വ്യക്തികൾ കയറണമെങ്കിൽ അവർക്ക് ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ അവരെ ഫോണിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഇങ്ങനെ ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ആ ഒരു മീറ്റിംഗ് ഇത്രാം തീയതി ഇത്ര മണിക്കാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ ഗൂഗിൾ മീറ്റ്, അല്ലെങ്കിൽ സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിൽ സൂം മീറ്റിങ്ങിലാണെന്നുള്ളത് പറഞ്ഞിട്ട് നിർബന്ധമായിട്ടും ഒരു അരമണിക്കൂർ ആ ഒരു പ്രോജക്റ്റ് കേൾക്കണം. വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വ്യക്തിക്ക് ആദ്യം ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ സമയത്ത് കയറിക്കൊള്ളുമെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. ദെൻ ഇടയ്ക്കൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുക, കൺഫേം ചെയ്യിപ്പിക്കുക. അദ്ദേഹം പങ്കെടുക്കുക എന്നുള്ളത് ആദ്യം ഇൻഫോം ചെയ്യണം, പിന്നെ കൺഫേം ചെയ്യണം. ദെൻ അദ്ദേഹം പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. മീറ്റിങ്ങിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവണം, വീണ്ടും റിമൈൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് വീണ്ടും ഒന്ന് നിങ്ങൾ അവരെ വിളിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോസ്പെക്ടസ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കത്തുള്ളൂ. ഒപ്പം തന്നെ അവരുടെ അടുത്ത് പറയേണ്ടത് ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയണം. കാരണം ഒരു പക്ഷേ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം മറ്റു തിരക്കിലൊക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ അദ്ദേഹം ഹെഡ്സെറ്റ് ഉപയോഗിച്ചാണ് ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവിടെ പറയുന്ന കാര്യങ്ങൾ ആ പൂർണ്ണ ക്വാളിറ്റിയിൽ തന്നെ അദ്ദേഹത്തിന് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുക. ഒപ്പം തന്നെ കഴിവതും നിങ്ങളുടെ പ്രോസ്പെക്ടസിൻ്റെ അടുത്ത് ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ പറയണം. ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾക്കും അവർക്കും കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രോസ്പെക്ട് ആ പ്രോഗ്രാം കറക്റ്റായിട്ട് ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ക്യാമറ ഓണാക്കിയിരിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യണം. ഒപ്പം തന്നെ അവരുടെ അടുത്ത് അതൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കണം. ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അതുപോലെ തന്നെ കൃത്യസമയത്ത് അവർ ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പം 5 മണിക്കാണ് മീറ്റിംഗെങ്കിൽ കൃത്യം 5 മണിക്ക് ആ വ്യക്തി കയറിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. 8 മണിക്കാണ് മീറ്റിംഗെങ്കിൽ 8 മണിക്ക് ആ വ്യക്തി കയറിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആർക്കൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ കയറിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. അത് ആ മീറ്റിംഗ് തുടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നാലും ഒരു 5-10 മിനിറ്റ് മുമ്പ് മീറ്റിംഗ് റൂം ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് അവർ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വാട്സപ്പിലോ ബൈ കോളിലോ വിളിച്ച് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെക്ടസിന്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് ഈ ഓൺലൈൻ മീറ്റിങ്ങുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനുശേഷം പ്രസന്റേഷൻ എടുക്കുന്ന വ്യക്തി കൃത്യമായിട്ടുള്ള പ്രസന്റേഷൻ കൊടുക്കും. പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആർക്കൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ, ആരൊക്കെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടോ അവരെയൊക്കെ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ നോ ടൈം, വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ അവരെയൊക്കെ നിങ്ങൾ തിരിച്ച് വീണ്ടും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്തിട്ട് ആ മീറ്റിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ക്ലാരിറ്റി കൊടുക്കണം. കാരണം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ കമ്പനിയാണ്. പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിന് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കമ്പനിയെക്കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും ഒരു കോൺഫിഡൻറ്റ് കൊടുക്കുകയും അതിനുശേഷം ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ലീഡേഴ്സിനെ കുറിച്ച്, നിങ്ങൾക്ക് കിട്ടിയ ഇൻകത്തെക്കുറിച്ച്, നിങ്ങളുടെ ടീമിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കോൺഫിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ആ വ്യക്തി നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് കേട്ടിട്ട് ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം നെക്സ്റ്റ് വീക്ക് തൊട്ട് നടക്കുന്ന മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റുകൾ പങ്കെടുപ്പിക്കുകയും ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മാത്രം വലിയ രീതിയിലുള്ള ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളാണ്. അതിനെ കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്താനും ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനും ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കഴിയും. അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബിസിനസ്സിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനും ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല ബിസിനസ്സുകാരായിട്ട് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമയവും ലാഭവും ചെലവും ലാഭിച്ചുകൊണ്ട് ബിസിനസ് വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ തൽക്കാലം എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.